മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, യേശു നമ്മെ വിളിച്ചു. യേശുവിൻ്റെ വചനം ഈ ലോകത്തിലേക്ക് പറഞ്ഞു കൊടുക്കാൻ അവൻ ഞങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവപിതാവ് എല്ലാവരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുത്തവരെ അവൻ ഒരിക്കലും കൈവിടില്ല. ഒരിക്കലും കർത്താവ് അവരെ ഒറ്റയ്ക്ക് ആക്കുകയില്ല, ഒറ്റയ്ക്ക് പെടാൻ സംബന്ധിക്കില്ല. കർത്താവ് എപ്പോഴും ഒരു കാര്യത്തിലും നമ്മളുടെ കൂടെ ഉണ്ട്. എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് യേശു നമ്മെ വാഗ്ദാനം തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാം. അതിൽ ഈശോ പറയുന്നുണ്ട്, 28-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ, ഞാൻ നിങ്ങളുടെ കൂടെ ഈ ലോകം അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ലോകം അവസാനം വരെ നമ്മൾ ഉണ്ടാവുമോ? നമ്മൾ ജീവിക്കുമോ? ലോകം അവസാനം നമുക്ക് കാണാൻ പറ്റുമോ? ലോകം അവസാനം എപ്പോഴാണ്? നമുക്ക് ആർക്കും ഒന്നും അറിയത്തില്ല, ഒരു പിടിയില്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഇത്ര കാലം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ, ആ ഇപ്പോൾ ഈ എൻ്റെ സമയമാണ്. നാളെ എനിക്കറിയത്തില്ല എന്താ ഉണ്ടാവും, എന്താ സംഭവിക്കും, മറ്റന്നാളെ അതിൻ്റെ പിന്നെ എൻ്റെ ഭാവി ജീവിതം എങ്ങനെ ഉണ്ടാവും, നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഇന്നത്തെ ദിവസത്തെ ആഹാരം ചോദിക്കാൻ. രാവിലെ എഴുന്നേറ്റാൽ ഉറക്കത്തിൽ നിന്ന് നല്ല ഉറക്കം കഴിഞ്ഞ് അതിരാവിലെ ഉണരുന്ന പല അമ്മച്ചിമാരുണ്ട്. അവർക്ക് എഴുന്നേറ്റിയാൽ തന്നെ അവർക്ക് ഇങ്ങനെ അവർ ചിന്തിക്കും, ഇന്ന് എന്താ ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നാശ്ത എന്താ കൊടുക്കണം, ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഞാൻ എന്താ ഉണ്ടാക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരെ, പിള്ളേർക്കും, ഭർത്താവിനെ, പിന്നെ വലിയ അമ്മച്ചിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മമ്മൻ, അവർക്ക് എല്ലാവർക്കും ഒരുപോലെ തൃപ്തി ഉണ്ടാകുന്ന പോലെ ഞാൻ ഇന്ന് ഇത് ചെയ്യണം. അതുകൊണ്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ്, അന്നന്നത്തെ ദിവസത്തെ ആഹാരം. ഈശോയുടെ മനസ്സും അമ്മച്ചിമാരുടെ മനസ്സും ഒരുപോലെ അല്ലേ? അവരും അതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന ഈശോ തന്നതാ ഒത്തിരി ആയിരങ്ങൾ വർഷങ്ങൾ മുമ്പ്. ഇത് അമ്മച്ചിമാരുടെ, എല്ലാവരുടെ വീട്ടിൽ പണി ചെയ്യുന്ന ഇവരുടെ മനസ്സ് കണ്ടിട്ട് തലയിൽ അവരുടെ എഴുന്നേറ്റിട്ട് അവരെന്താ ചോദിക്കും, അവരെന്താ ചിന്തിക്കും, അതുപോലെ അറിയുന്ന ദൈവം. അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് പ്രാർത്ഥന തന്നിട്ടുണ്ട്, ശിഷ്യന്മാർക്ക് തന്നു. അത് നമുക്ക് വേണ്ടി അതായിപ്പോയി. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ആവശ്യമാണ്, നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. എൻ്റെ പേര് ഫ്ലോറയാണ്. നിങ്ങളെല്ലാവരും ഫ്ലോറ എന്നെ ഒത്തിരി പേര് എന്നെ വിളിച്ചു. മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ തന്നെ തോന്നി, ഞാനൊരു മലയാളിയാണ്. ഞാൻ മലയാളി പെണ്ണ് അല്ല, എൻ്റെ അമ്മച്ചി അപ്പച്ചൻ മലയാളി അല്ല, ആരും കേരളത്തിൽ ജനിച്ചതല്ല. മലയാളം ഭാഷ അവർക്ക് അറിയപ്പോലുമില്ല. അവർ തമിഴ് ഇവിടെ അവിടെ പറയുന്ന ബോംബെയിൽ കേട്ടിട്ടുണ്ട്, പക്ഷേ മലയാളം ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഭാഷ. അപ്പം ഞാൻ നിങ്ങളുടെ പോലെ ബോംബെയിൽ ജനിച്ച് പിള്ളേരുണ്ടല്ലോ, അവർക്ക് എഴുതാൻ വായിക്കാൻ അറിയത്തില്ല, പക്ഷേ എനിക്ക് ബൈബിൾ വായിക്കാനറിയാം. ബൈബിളിൻ്റെ അക്ഷരങ്ങൾ എനിക്കറിയാം. അതും കർത്താവ് എനിക്ക് അഭിഷേകമായി തന്നതാണ്. അത് ചിലർക്ക് അറിയാവുന്ന
ഈ എൻ്റെ സാക്ഷ്യമാണ്. കാരണം ഒത്തിരി ചില അച്ഛന്മാർ, ചില വചന പ്രഘോഷിക്കുന്ന എല്ലാവരും അവരെന്നെ പറ്റി പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഈ സാക്ഷ്യം എനിക്ക് എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നു, എങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ ഞാൻ ഈ ഭാഷ ആദ്യം ഞാനിത് മനസ്സിലാക്കാൻ തുടങ്ങി, എൻ്റെ മനസ്സിലത് വന്നു. പിന്നെ എനിക്ക് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. സെക്കൻഡ് സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് 1 വർഷം എടുത്തു എനിക്ക് സുഖം ആണോ എന്ന് ചോദിക്കാൻ. അത്ര പോലും നമുക്ക് ആ വളം ഞങ്ങൾക്കില്ല. ഞാൻ സംസാരിക്കുന്നത് ശുദ്ധമായ കർത്താവിൻ്റെ അഭിഷേകത്തിലൂടെയാണ്. കർത്താവ് എന്നെ പ്രേരിപ്പിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ കരിസ്മാറ്റിക് റിന്യൂവലിൽ വന്ന സമയത്ത് പോട്ട മിനിസ്ട്രിയിലൊക്കെ അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ജോയ്ക്കുട്ടി ബ്രദർ, പിന്നെ ചില അച്ഛന്മാർ എൻ്റെ ഈ സാക്ഷ്യം പറയുന്നുണ്ട്. ഇന്ന് ജോയ്ക്കുട്ടി ബ്രദർ എൻ്റെ ഒത്തിരി എനിക്ക് സഹായിച്ച എൻ്റെ വലിയ ചേട്ടൻ്റെ പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളെ വിട്ടിട്ട് അയാൾ പോയതാ. ദൈവത്തിലെ ഇവിടെ തന്നെ ഭയങ്കര അഭിഷേകമുള്ള ആളായിരുന്നു. വലിയ എപ്പോഴും ചിരിച്ച് എപ്പോഴും വലിയ എളിമയോടെ സംസാരിക്കുന്ന ആൾ, കർത്താവിൻ്റെ മെസ്സേജും സന്ദേശങ്ങൾ തരുന്ന പ്രാർത്ഥിക്കുന്ന ആൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഒരു പരിശുദ്ധ മനസ്സുള്ള ശുദ്ധിയുള്ള ആത്മാവാണ്. അവിടെ പോയി വെറുതെ ഇരിക്കില്ല, ദൈവത്തെ ശല്യപ്പെടുത്തും. അവിടെ പോയി സ്വർഗത്തിൽ കാണും. സ്വർഗത്തിലെത്തി അവിടെയും ഹല്ലേലൂയ 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 ഇതുവരെ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. ആ ട്യൂണും ആ ഒരു ഹല്ലേലൂയ 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 എന്ന് പറയുന്ന ഈ ഒരു സഹോദരനാണ് എൻ്റെ വലിയ സഹോദരൻ. അപ്പോൾ ഇപ്പോൾ ആളില്ല. ഇപ്പോൾ എനിക്കറിയത്തില്ല എന്നെക്കുറിച്ച് എൻ്റെ സാക്ഷ്യം എവിടെ പറയാം. മേരി ടീച്ചർ അതിൽ ഒരാളുണ്ടായിരുന്നു. ഒത്തിരി എന്നെക്കുറിച്ച് അങ്ങനെ ഈ ആ ടീച്ചറുള്ള സമയമാണ് ഈ അത്ഭുതം നടന്നത്. ഞാൻ താബോറിലുണ്ടായിരുന്ന സമയത്ത് താബോർ ആശ്രമത്തിൽ എപ്പോഴും മലയാളം കുർബാന, മലയാളത്തിൽ പ്രാർത്ഥന, മലയാളത്തിൽ ഗാനം പാടിയാൽ അത് ആസ്വദിക്കുമായിരുന്നു. നൈറ്റ് വിജിലൊക്കെ ഒത്തിരി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ടീം മെമ്പർ ആയതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പോലും ഞാൻ നൈറ്റ് വിജിൽ അങ്ങനെ വിട്ടിട്ട് പോയില്ല. കുരിശിൻ്റെ വഴിയാണോ ഇതാണ് എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ അവിടെ മുട്ടുകുത്തി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ. അങ്ങനെ കേട്ട് ബൈ ദ വേ ഓഫ് ഓസ്മോസിസ് കർത്താവ് എനിക്ക് ഈ മനസ്സിലാക്കുന്ന ഭാഷ മനസ്സിലാക്കാൻ ഒരു ഗിഫ്റ്റായിട്ട് തന്നതാണ്, അനോയിൻറ്റിംഗ് ആയിട്ട് തന്നതാണ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി ആ ഒരു ഭാഷ. ഇങ്ങനെ അഭിഷേകം, പിന്നെ ഇത് ഇങ്ങനെ പറയും കുരിശിൻ്റെ വഴി, കുരിശ്, അങ്ങനെ ഓരോരോ വാക്ക് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു കുട്ടി, അവൾക്ക് ഒത്തിരി വലിവുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ ടീച്ചറിൻ്റെ മെസ്സേജ് കിട്ടി. മേരി ടീച്ചർ ഇന്നത്തെ കാലത്തിൽ പുള്ളിയും ഈ ലോകം വിട്ടിട്ട് ദൈവത്തിൻ്റെ ആ സ്വർഗാലയത്തിൽ പോയതാണ്. അവിടെയാണ് അവരുടെ വാസം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും എന്നെ ഫ്ലോറെ ഇടി ഇവിടെ വാടി ഇങ്ങനെ പറഞ്ഞ് മലയാളം ഓൺലി ഷി വാസ് ടോക്കിംഗ് ഇൻ മലയാളം, നോട്ട് എനി അതർ ലാംഗ്വേജ്. അപ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ ഭാഷ കൊങ്കണിയാണ്, എൻ്റെ മാതൃഭാഷ കൊങ്കണിയാണ്. ഞങ്ങളെല്ലാവരും വീട്ടിൽ ഇംഗ്ലീഷ്, കൊങ്കണി, ഇങ്ങനെ ഹിന്ദി, മറാഠി, ഏത് ഭാഷയിലായാലും നമുക്ക് സംസാരിക്കാൻ പറ്റും, ഗുജറാത്തി ആയാലും. പക്ഷേ മലയാളം വിട്ടിട്ട് ബാക്കിയെല്ലാം. പക്ഷേ ഞാൻ ദൈവത്തിലേക്ക് വന്ന ശേഷം കർത്താവ് അങ്ങനെ ആഗ്രഹിച്ചു.
എനിക്ക് തരാനായിട്ട് ആ കർത്താവിൻ്റെ സമയത്ത് കർത്താവ് ഇത് ചെയ്തതാണ്. ഈ അത്ഭുതമാണ്. ഈ സാക്ഷ്യം ഞാൻ 1-2 പ്രാവശ്യം മാത്രം എനിക്ക് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി അവസരം കിട്ടി. അതും ചെറിയവള്ളി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോൺ എഫ് ചെറിയവള്ളി അച്ഛൻ്റെ കൂടെ ഞാൻ പുതുപ്പാടി റിട്രീറ്റ് സെൻറ്ററിൽ ഉണ്ടായിരുന്നു 7-8 മാസം. ആ സമയത്ത് അച്ഛൻ എന്നെ ഒത്തിരി പ്രേരിപ്പിച്ചതാണ്. എന്തായാലും പാട്ട് പാടാനും കൗൺസിലിംഗ് ചെയ്യാനും അവിടെ വന്ന് പ്രാർത്ഥിക്കാനും. ഞാൻ അവിടെ താമസിച്ച സമയത്ത് അച്ഛൻ എനിക്ക് ഈ ബോധ്യം തന്നു, ടെസ്റ്റിമണി പറയാൻ എന്ന് വേണമെങ്കിൽ അങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ. വളരെ വളരെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അച്ഛന് നന്ദി പറയുന്നുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അച്ഛൻ്റെ എല്ലാ പ്രസംഗവും. അച്ഛൻ വീഡിയോസ് ഉണ്ടാക്കുന്ന ഞാൻ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുണ്ട് അച്ഛൻ്റെ ഈ ടോക്കുകൾ. കാരണം അതിനകത്ത് ഒത്തിരി ഡെലിവറൻസ് ഉണ്ട്. അച്ഛൻ പറയുമ്പോൾ തന്നെ ഒരു സംഭവങ്ങൾ, ഒരു എക്സ്പീരിയൻസ്, ആളുകളുടെ സാക്ഷ്യം, ഇങ്ങനെ അതിൽ തന്നെ അച്ഛൻ ഞാൻ അച്ഛനെ ഒത്തിരി നേരം മുട്ടുകുത്തി ചാപ്പലിൽ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒത്തിരി നേരം അച്ഛൻ ഇങ്ങനെ നിന്ന് കുർബാന ചൊല്ലിയിട്ടുണ്ട്. ഞാനത് കണ്ടതാണ് എല്ലാം. അപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛന് ഒരു ഡിസ്റ്റർബൻസ് വേണ്ട, ഭയങ്കര ശാന്തതയിൽ അച്ഛൻ നിന്ന് പ്രാർത്ഥിക്കും. ഒത്തിരി ശാന്തത, ആരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അച്ഛൻ പോയി ഇരിക്കും. നമുക്ക് ധൈര്യം പെടാൻ പോലും അങ്ങനെ സാധിക്കില്ല. ഞാൻ പുറകിലിരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ മുമ്പിൽ അൽത്താരയുടെ അവിടെ കുർബാന ചൊല്ലുമ്പോഴെല്ലാം ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എത്ര ആയാലും എത്ര അർജൻറ്റായാലും നമ്മൾ അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ അച്ഛൻ്റെ അത്ര ഹൈ സ്പിരിച്വാലിറ്റി ഞാൻ അച്ഛൻ്റെ കണ്ടിട്ടുണ്ട് ഇത്തിരി മാസത്തിൽ ഞാൻ അവിടെ താമസിച്ച. പക്ഷേ ഇതാണ്, അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മാഞ്ഞു പോയ പോലെ എനിക്ക് തോന്നി. കർത്താവ് എന്നെ പ്രേരിപ്പിച്ചു, പ്രേരണ തന്നു എനിക്ക്. പിന്നെ കർത്താവ് എനിക്ക് പെടുത്തുന്നുണ്ട്, തരുന്നുണ്ട് എപ്പോഴും. ഞാൻ നിനക്ക് തന്ന ഈ ദാനം, ഈ വരദാനം, അനോയിൻറ്റിങ്, ഈ അഭിഷേകം, ഭാഷയുടെ എല്ലാവരുടെ ഹൃദയത്തിൽ എല്ലാവർക്കും എത്തിയിട്ടില്ലല്ലോ. ക്ഷമിക്കണം, എൻ്റെ ഈ ഫ്ലുവൻസി ഇച്ചിരി പോയതാണ്. കാരണം ഈ വർഷങ്ങളിൽ ഓൺലി ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ഇംഗ്ലീഷ് ടു മറാഠി, ഇംഗ്ലീഷ് ടു കൊങ്കണി ഇത്ര മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ വരുന്ന എല്ലാ അച്ഛന്മാരും ഇംഗ്ലീഷ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഭാഷയിലൊരു ടച്ച് പോയതാണ്. മലയാളം തന്നെ സെപ്പറേറ്റ് ആക്കി, കാരണം ഭാഷയുടെ ടച്ച് പോയി. പിന്നെ കുർബാനയൊക്കെ അവിടെ അറ്റൻഡ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ സംസാരിക്കുന്ന വളരെ കുറവ് ആൾക്കാർ ഇപ്പോൾ ഇല്ല സംസാരിക്കാനായിട്ട്. ഇത് എനിക്ക് കിട്ടിയത് എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നു. ഞാൻ വീട്ടിൽ പോലും ആരുടെ കൂടെ സംസാരിക്കുന്നില്ല. ചില സമയത്ത് ഞാൻ ഗുഡ്നെസ് TV ഓൺ ചെയ്ത് അത് കാണും, കേൾക്കും. ചിലരുടെ അച്ഛന്മാരുടെയൊക്കെ ടോക്സൊക്കെ ഒത്തിരി നേരമല്ല, പക്ഷേ പ്രാർത്ഥന ഉള്ളെങ്കിൽ അച്ഛന്മാരുടെ, അഭിഷേകമുള്ള അച്ഛന്മാരുടെ ടോക്സ് ഞാൻ കേൾക്കുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഭാഷ മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. കർത്താവിന് നന്ദി, കർത്താവ് സ്തുതി. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തിനെ ആരാധിക്കാം. നമുക്ക് ദൈവം തരുന്ന ഒരു ദാനത്തെ പ്രതി ഒരു ഗിഫ്റ്റ്, ആൾക്കാർ നമുക്ക് തരുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ. ചില സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരന്മാർ, ഭാര്യ ഭർത്താവൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ, ആനിവേഴ്സറി വരുമ്പോൾ ഒക്കെ എല്ലാവരും അങ്ങനെ ഗിഫ്റ്റ് തരുന്നുണ്ട് പരസ്പരം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇൻ റിട്ടേൺ വി താങ്ക് ദം, വി സേ താങ്ക് യു, വി ആർ ഗ്രേറ്റ്ഫുൾ, വി ആർ ഹാപ്പി. അതുപോലെയാണ് എൻ്റെ സ്ഥിതി പ്രിയപ്പെട്ടവരെ. എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടി, എനിക്ക് വരദാനം കിട്ടി. ഞാൻ
ഒത്തിരി ഹാപ്പിയാണ്, ഒത്തിരി എനിക്ക് സന്തോഷമുണ്ട് അതിൽ. ഇപ്പോഴും ഒരാളെനിക്ക് കിട്ടിയാൽ, മലയാളി കിട്ടിയാൽ ഞാൻ ഈ ഇംഗ്ലീഷ് ഹിന്ദി പറയാൻ പോകുന്നില്ല. ഞാൻ അവരോട് ശരി ഇത് മലയാളത്തിൽ തന്നെ ഞാൻ സംസാരിക്കും. കഴിഞ്ഞ വർഷം എനിക്ക് ഒത്തിരി പ്രാവശ്യം ഞാൻ ഫാദർ അഗസ്റ്റിൻ വല്ലുറാൻ അച്ഛൻ ഉണ്ടായിരുന്നു പൂനെയിലൊക്കെ. ഒത്തിരി പ്രാവശ്യം എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പൂനെ സർവീസ് ടീം ഉപയോഗിച്ചിട്ടുണ്ട്. അച്ഛൻ വരുമ്പോഴെല്ലാം അച്ഛൻ ഇംഗ്ലീഷിൽ സംസാരിക്കും, ഞാൻ അച്ഛനോട് മലയാളത്തിൽ സംസാരിക്കും. അപ്പോൾ അച്ഛൻ്റെ ആ സ്റ്റൈലിഷ് മലയാളം എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് മലയാളം തന്നെ. ചിലർ പറയും, ഇവിടെ മലയാളം സംസാരിക്കാൻ നമുക്ക് അറിയത്തില്ല മലയാളികൾ, ചിലർക്ക് കുശുമ്പും കുഞ്ഞായ്മ എല്ലാം. അപ്പോൾ അവർക്ക് തോന്നും ഇവളെന്തിനെ എങ്ങനെയും മലയാളം സംസാരിക്കും. അപ്പോൾ ഞാൻ പറയും, ഇത്ര തന്നെ എനിക്ക് കർത്താവ് തരുന്ന ഈ ഗിഫ്റ്റാണ്. ട്രാൻസ്ലേഷന് എനിക്ക് വേണ്ടി കിട്ടിയതാണ്. വെറുതെ സംസാരിക്കാൻ വേണ്ടിയല്ല. ബൈബിൾ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം, അത് പറയാൻ വേണ്ടി, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കർത്താവ് തന്നതാണ്. പക്ഷേ ഇപ്പം എനിക്ക് പറയാൻ അറിയാം നന്നായിട്ട്, എനിക്ക് മനസ്സിലാകും. നിങ്ങളൊരു തമാശ പറഞ്ഞാൽ വെറുതെ പിന്നെ എന്നെ കളിയാക്കിയാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ആ വഴി വിട്ടും നിങ്ങളുടെ കൂട്ടും വിട്ടും ഞാൻ വെറുതെ ഒരു സ്ഥലത്ത് പോയിരിക്കും, പ്രാർത്ഥിക്കും, അത്രയേ ചെയ്യും. എനിക്കതിൽ ഇഷ്ടമില്ല. പക്ഷേ നിങ്ങൾ വചനത്തിൻ്റെ ബൈബിൾ വചനം എന്തെങ്കിലും സ്പിരിച്വലായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഭയങ്കര താല്പര്യം, ഭയങ്കര ഇഷ്ടം. മലയാളത്തിൽ പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കേൾക്കും. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം, കർത്താവിനെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ ചെയ്യും. അങ്ങനെയാണ് ആ അഭിഷേകം കിട്ടുന്നത്. പിന്നെ കുർബാന കേട്ടിട്ട് അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ പാട്ടുകൾ. കർത്താവേ കനിയണമേ, ഇങ്ങനെ ഈ പാട്ട് കേട്ട് എനിക്ക് കർത്താവ് ആ ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ അറിയാതെ തന്നെ ഇങ്ങനെ അച്ഛന്മാർ ആരെങ്കിലും ഇങ്ങനെ മലയാളം സംസാരിച്ചാൽ ഇവിടെ എഴുതി ഹിന്ദിയിൽ എൻ്റെ തലയ്ക്കകത്ത് തന്നെ ഹിന്ദിയിൽ എഴുതി ഇങ്ങനെ വരും വേർഡ്സ്. എനിക്കറിയത്തില്ല എങ്ങനെയാണ്. എനിക്ക് അതിനെ പറ്റി ഇതിനാൽ മോർ ദാൻ ദിസ് ഇതിൻ്റെ ഇനി ഉയർത്തി പറയാൻ എനിക്കറിയത്തില്ല. ഇത്ര മാത്രമേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. ദിസ് ഈസ് ദ വേ I understand the language, and this is the way I used to translate in other languages, in Marathi or Konkani. അതാണ് എൻ്റെ അഭിഷേകം. ഈ അഭിഷേകം അറിയാൻ നിങ്ങൾക്കും ആർക്കും അഭിഷേകം വേണമെങ്കിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേറെ ഒരു ഭാഷയെ പഠിക്കാൻ ഞാൻ ആ സ്ഥിതിയിൽ ആയിപ്പോയി. കർത്താവ് എന്നെ വിളിച്ചു, കർത്താവിനെ തിരഞ്ഞെടുത്തു. തക്ക സമയത്തിൽ കർത്താവ് എന്നെ ആ സ്ഥിതിയിൽ ആക്കി. അവിടെ എന്നെ കർത്താവ് തന്നെ ഇങ്ങനെ ഉയർത്തി ഈ ദാനം, ഈ അഭിഷേകം തന്നതാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചതല്ല. പിന്നെ ഒരു തോമസ് പോൾ ബ്രദറിൻ്റെ റിട്രീറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അതും ഒത്തിരി ആവർത്തിച്ച് അവർ പാട്ട് പാടും അഭിഷേകം വരുന്നത് വരെ. അപ്പോൾ എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ, ഇങ്ങനെ പാടി ഞാൻ ലീഫിലായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പാട്ടിൻ്റെ. ആ സമയത്ത് എനിക്ക് അക്ഷരങ്ങൾ കിട്ടി മലയാളത്തിൻ്റെ വായിക്കാൻ. അപ്പോൾ ആവർത്തിച്ച് പാടുന്ന സമയത്ത് എനിക്ക് ഒരു എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ, അങ്ങനെയാണ് ഞാൻ ഈ ഭാഷ മലയാളത്തിൻ്റെ അക്ഷരങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇതാണ് എൻ്റെ ബ്ലെസ്സിങ് കേട്ടിട്ട് നിങ്ങൾക്കും ബ്ലെസ്സിങ് കിട്ടും. കർത്താവ് പറയുന്നു, ആദ്യം നിങ്ങൾ ദൈവരാജ്യം അവൻ്റെ നീതിയും അന്വേഷിക്കുവൻ. സീക്ക് ഫസ്റ്റ് ദിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈറ്റിയസ്നെസ്. ബാക്കിയെല്ലാം കർത്താവ് അതിനോട് ചേർത്ത് തരും. ഞാനത് മാത്രം ചെയ്തതാ പ്രിയ സഹോദരങ്ങളെ. ഞാൻ ഇത്ര മാത്രം ചെയ്തു.
ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷിക്കുന്ന സമയത്ത് കർത്താവിനെ വേയിച്ചു. എന്തിനു വേയിച്ചു, എങ്ങനെ വേയിച്ചു, അത് വലിയൊരു സ്റ്റോറിയാണ്. കർത്താവ് തിരഞ്ഞെടുത്തു. അത് ഈ കർത്താവിൻ്റെ രാജ്യം അന്വേഷിക്കാനും കർത്താവ് പഠിപ്പിച്ചു. മാത്യു 6:33, മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 33 വാക്യത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. ആദ്യം ദൈവരാജ്യവും ദൈവത്തിൻ്റെ നീതി നിങ്ങൾ അന്വേഷിക്കുവിൻ, ബാക്കി എല്ലാം മീൻസ് എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിൽ കർത്താവ് അത് തരും. കർത്താവിൻ്റെ ശാന്തിയാണോ, സ്നേഹമാണോ, സന്തോഷമാണോ, നമുക്ക് സഹനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സഹനശീലതയാണോ, എല്ലാം. പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ പ്രാർത്ഥന പഠിപ്പിക്കും. നിനക്ക് ആരോഗ്യമില്ലെങ്കിൽ നല്ല ആരോഗ്യം കർത്താവ് തരും. കർത്താവ് നിന്നെ സ്പർശിക്കും. ഇങ്ങനത്തെ നിനക്ക് പൈസയുടെ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ, അത് പണത്തിൻ്റെ, അതുമെല്ലാം കർത്താവ് ചെയ്യും, ശരിയാക്കും. അതാണ് എല്ലാം കർത്താവ് തരും. അപ്പോൾ നമുക്ക് കർത്താവിനെ നന്ദി പറയാം. നമുക്ക് കിട്ടിയത്, നമ്മുടെ കൂടെ ഇല്ലാത്തത് അതിനെ പോലെ അത് ഓർത്ത് പോലും നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ സ്വന്തമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വന്ന അമ്മച്ചിയുടെ വയറ്റിൽ നിന്ന് നമ്മൾ ഫ്രം ദ മദേഴ്സ് വൂം വെൻ വി കെയിം ഇൻ ടു ദിസ് വേൾഡ്, നമ്മൾ ഈ ലോകത്തിൽ വന്ന സമയത്ത് കർത്താവ് നമ്മൾ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ജെരമിയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ വെറുതെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. 4-5 Jeremiah chapter 1 verses 4 and 5, especially 5. I have chosen you from your mother's womb. കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തു അമ്മയുടെ ഉദരത്തിൽ നിന്ന്. ആ ഒരു നിമിഷത്തിൽ നമ്മൾ ഉണ്ടാക്കി. ആ സമയത്ത് കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ഈ നാവിൽ കർത്താവ് വെച്ച വചനങ്ങളാണ്. ഈ ഹൃദയത്തിൽ കർത്താവ് തന്ന വചനങ്ങളാണ്. അപ്പോൾ ഈ വചനം തന്നെ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് കർത്താവിന് നന്ദി പറയാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും വേറെ വരദാനങ്ങൾ കിട്ടും. ബൈബിളിൽ എഴുതിയ പോലെ നിങ്ങൾക്ക് അറിയാത്ത സ്ഥലത്തിൽ നിങ്ങളും പെടുത്തുകയാണെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് അറിയാത്ത സ്ഥലത്ത് കർത്താവ് അയച്ചു, അവിടെ ഭാഷ അറിയത്തില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയില്ല, ആ സമയത്ത് കർത്താവ് നിങ്ങളെ ഈ അഭിഷേകം നിങ്ങൾക്കും തരും. അതാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ സാക്ഷ്യം പറയുന്ന ഇതിൻ്റെ പിന്നിൽ. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് എന്നെ അനുഗ്രഹിക്കട്ടെ, എന്നെയും എൻ്റെ കുടുംബത്തെയും. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഒത്തിരി നന്ദി. ദൈവത്തിന് നന്ദി, ദൈവപിതാവിനെ നന്ദി. ഈശോ മെശിഹായ്ക്ക് സ്തുതിയും സ്തോത്രവും വണങ്ങുന്നു. പരിശുദ്ധാത്മാവിനെ നന്ദി.